അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ, എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതവും മരണവും മരണാനന്തര ജീവിതവും അല്ലാഹ് ഖൈറിലാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അൽഹംദുലില്ലാ, ഓരോ ദിവസങ്ങളും വ്യത്യസ്തങ്ങളായ അറിവഴകുകളുടെ നിലാമഴകിലൂടെയാണ് ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാം ഏറ്റെടുത്തവരാണ്. നിങ്ങൾ ഇനിയും ഇത് ഈ കേൾക്കുന്ന അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ നമുക്ക് ദീനിന്റെ പ്രബോധന പ്രചാരത്തിന് കാരണമാണ്. അല്ലാഹ് കബൂലാക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളേക്കാൾ ഏറ്റവും കൂടുതൽ ദുആയിലും അതുപോലെ ഇബാദത്തിലും കൂടുതൽ പ്രാധാന്യവും സമയവും കിട്ടുന്നവരാണ് ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം. അവർ നിസ്കാരവും ഇബാദത്ത്, ദിക്ർ, സ്വലാത്ത് അധികമായി ഇടപെടുന്നവരാണ്. പക്ഷേ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളൊരു പരാതിയാണ്, ഉസ്താദെ ദുആ ചെയ്തു സ്വീകരിക്കുന്നില്ല. ദുആ എന്തോരം നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ദുആ അങ്ങോട്ട് സ്വീകരിക്കണം ഉസ്താദെ, എന്താ പ്രശ്നം എന്ന് പലരും സംശയം ചോദിക്കുന്നുണ്ട്. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, സ്ത്രീകൾ ദുആ ചെയ്താൽ സ്വീകരിക്കാത്തതിന് ചില കാരണങ്ങളുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ദുആ ചെയ്യുന്നതിന് 7 കാരണങ്ങളുണ്ട്. ഈ 7 കാരണങ്ങൾ കൊണ്ടാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദുആക്ക് ഇജാബത്ത് ഉണ്ടാകാത്തതിന് കാരണം. ഉമ്മ തഹജ്ജുദ് നിസ്കാരം മുടക്കൂല, സുന്നത്ത് നിസ്കാരം എല്ലാം ഉണ്ട്, ദുആ നിസ്കരിക്കും, എല്ലാം നിസ്കരിക്കും, പക്ഷേ ദുആക്ക് ഇജാബത്ത് എന്ത് ചോദിച്ചിട്ടും നമ്മൾ ശരിയാകണില്ല. എന്തേ കാരണം ആഗ്രഹിച്ചില്ലേ, ചർച്ച ചെയ്തിട്ടില്ലേ, ചിന്തിച്ചിട്ടില്ലേ എന്നാ കേട്ടോളി. ഈ 7 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ളത് കൊണ്ടാണ്. ഈ 7 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ദുആക്ക് ഇജാബത്ത് ഉണ്ട്. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. കുറഞ്ഞ സമയം, കൂടുതൽ കാര്യങ്ങൾ അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. ഒന്നാമത്തത് ഹറാമായ സമ്പാദ്യമാണ്. ഹറാമായ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭർത്താവ് കൊണ്ടുവരുന്ന സമ്പത്ത്. ഉമ്മമാർ ചിലപ്പോൾ ജോലിക്ക് പോകുന്ന ഉസ്താദേ, ഞങ്ങൾക്ക് എങ്ങനെ അറിയും? നമ്മുടെ ഭർത്താവിനോട് പറയണം, ഇക്ക അതെ നിങ്ങൾ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, ഹറാമ് വേണ്ട, ലോട്ടറി നിങ്ങൾ എടുക്കണ്ട, കേൾക്കൂല ഉസ്താദെ, നമ്മൾ പറഞ്ഞ് ശല്യപ്പെടുത്തണം. അപ്പൊ ഗതികെട്ടെങ്കിലും മാറ്റും. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ പള്ളയിലേക്ക് ഇറങ്ങുന്ന ഭക്ഷണം ഹറാമാണോ ഹലാലാണോ എന്ന് ചിന്തിക്കണം. നമ്മൾ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി എന്ന് ചിന്തിക്കരുത്, ഇല്ലേ? ഹറാമിന്റെ ഒരു ഉരുള ഭക്ഷണം, ഒരു ലുഖ്മത്തൻ വാഹിദ എന്നാണ്. ഒരു ഉരുള ഭക്ഷണം നമ്മുടെ പള്ളയിൽ വയറ്റിലുണ്ട് എങ്കിൽ 40 ദിവസത്തെ ഇബാദത്തും ദുആയും അല്ലാഹ് സ്വീകരിക്കൂലെന്നാണ്. അപ്പൊ നമ്മുടെ ഇബാദത്തിന്റെ ഈ സ്വീകരിക്കാത്തതിന്റെ കാരണം മനസ്സിലായി നിബിധങ്ങൾ പറഞ്ഞത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഹറാമിന്റെ മുതൽ നമ്മുടെ ഭർത്താവിനോട് പറയണം, ഇക്ക നമ്മൾ പട്ടിണി കിടക്കേണ്ടി വന്നാലും അല്ലെങ്കിൽ ഉള്ളത് കാച്ചി കുടിച്ച് കിടന്നാലും ഹറാമ് വേണ്ടാട്ടോ എന്ന് ചിന്തിക്കണം. നമ്മൾ പറയുന്നവരാവുക. ഇത് എങ്ങനെയെങ്കിലും നിങ്ങൾ കൊണ്ടുവരീൻ എന്ന് ചിന്തിക്കരുത്. നമ്മൾ ഹറാമുമായി, പലിശയുമായി, പണയവുമായി, ഹറാമിന്റെ ഏത് അംശം നമ്മളിലേക്ക് വന്നാലും നമ്മൾ തള്ളിക്കളയണം, സ്വീകരിക്കരുത്. അല്ലാഹ് കാക്കട്ടെ. അപ്പൊ ഒന്നാമത്തത് ഹറാമിന്റെ മുതൽ നമ്മൾ കഴിക്കരുത്, ഹറാമുമായി ബന്ധപ്പെടരുത്, ഹറാമിന്റെ ഇടപാടുകൾ നമ്മൾ ചെയ്യരുത്, ഹറാമുമായി ബന്ധപ്പെട്ട് നമ്മൾ മാറി നിൽക്കുക, എങ്കിൽ നമ്മുടെ ദുആക്ക് ഇജാബത്ത് ഉണ്ടാകും. രണ്ടാമത്തത് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നു, പാപത്തിൽ തുടരുകയും ദുആ മാത്രം ചെയ്യുകയും ചെയ്യാം. പാപം ചെയ്യും, ദുആക്കാണെങ്കിൽ ഒരു കുറവുമില്ല. തഹജ്ജുദിന് ശേഷം പൊട്ടിക്കരഞ്ഞ ദുആരക്കാണ്, ദുആക്ക് ശേഷം അങ്ങനെ, സുന്നത്ത് നിസ്കാരം അങ്ങനെ, യാസീൻ ഖുർആനോത്ത് അങ്ങനെ, എല്ലാം ചെയ്യും. പക്ഷേ തൗബ ചെയ്യും. തെറ്റ് ചെയ്തിട്ടുണ്ട്, തെറ്റ് ചെയ്യുന്നുണ്ട്, ആ തെറ്റ് നിർത്തുകയും തൗബ ചെയ്യുകയും ചെയ്യാതെ ദുആ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ, പാപത്തിൽ ഇങ്ങനെ ജാഗ്രത പാലിക്കുകയും ചെയ്താൽ അല്ലാഹ് സ്വീകരിക്കൂല. അപ്പൊ പാപം നമ്മൾ ചെയ്താൽ നമ്മളത് പശ്ചാത്തപിക്കുക, അതിൽ നിന്ന് മടങ്ങുക, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? തെറ്റിൽ നിന്ന് പിന്മാറുക, എന്നിട്ട് തൗബ ചെയ്യുക. ദുആ മാത്രം ചെയ്തിട്ട് കാര്യമില്ല, തൗബയും കൂടി ചെയ്ത് ആ വാതിലങ്ങ് ക്ലോസ് ചെയ്യുക. അള്ളാഹു നിങ്ങളെ ദുആക്ക് ഇജാബത്ത് തരുമെന്നാണ്. മൂന്നാമത്തത് ബന്ധുക്കളുമായുള്ള ബന്ധം വിച്ഛേദിക്കുക. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിസ്സാര കാര്യമതി പിണങ്ങാൻ. ഞാൻ കുറ്റം പറഞ്ഞല്ലോ, നിങ്ങളൊക്കെ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും 916 ആണ്, സംശയമൊന്നുമില്ല. അതങ്ങനെ ആക്കട്ടെ. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം, ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും കാര്യം ഉണ്ടായാൽ കല്ലിവല്ലി എന്ന് പറഞ്ഞാൽ കളയും, കല്ലിവല്ലി കളയും, അതിൻ്റെ ഇല്ല. ഇന്ന് പോയി നാളെ അളയാന്ന് പറഞ്ഞ് തോള് കേട്ട് കിടക്കും. ഉമ്മമാരെ സംബന്ധിച്ച് അവൾ എന്നോട് പറഞ്ഞില്ലേ, അവൾ എന്നോട് അങ്ങനെ ചെയ്തില്ലേ, അവളങ്ങനെ കാട്ടിയില്ലേ, അവളങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ ഉള്ളിലൊതുക്കി ഇങ്ങനെ തീ കത്തിച്ച് അത് ഇങ്ങനെ വലിയൊരു തീപ്പന്തമായി മാറും. പുരുഷന്മാരെ കല്ലിവല്ലി, ഇന്ന് 2 വഴക്കൂടും, നാളെ തോള് കേട്ട് ഒരുമിച്ച് ചായ കുടിക്കണോ? ഉമ്മമാരങ്ങനല്ല. അവളെ എങ്ങനെ നശിപ്പിക്കാം? ഇനി മുട്ടയിൽ എഴുതിയിട്ടാണെങ്കിൽ അങ്ങനെ, ഇനി അങ്ങനെയാണെങ്കിൽ ഏത് ഉസ്താമാരെ കണ്ടിട്ടാണെങ്കിൽ, ഏത് മന്ത്രവാദിയെ കണ്ടാലും കുഴപ്പമില്ല, ഓളെന്നാൽ എന്നെ ദേഷ്യപ്പെട്ടില്ലേ, എന്നെ അങ്ങനെ പറഞ്ഞില്ലേ, അതിങ്ങനെ ഉണ്ടാവും. ഉമ്മമാരെ കുറ്റം പറഞ്ഞതല്ല, സൃഷ്ടിപ്പിൽ അങ്ങനെയാണ്. സ്ത്രീകളുടെ മനസ്സ് അങ്ങനെയാണ്. വേഗം അസൂയ ഉണ്ടാവും, വേഗം കുശുമ്പുണ്ടാകും, വേഗം പിണക്കം ഉണ്ടാവും. ശ്രദ്ധിക്കുക, കുടുംബക്കാരുമായി പിണങ്ങി കഴിഞ്ഞിട്ടാണോ നിങ്ങൾ ദ്വാരക്കണത്?
ഒരു കാര്യമില്ല. എത്ര പിന്നെ കുത്തിയിട്ടും എത്ര തൗബ കുടത്തിൽ കൈയിട്ടാലും എത്ര മഫ്ത ധരിച്ചാലും എത്ര നിക്കാബിട്ടാലും പിണങ്ങിയിട്ടുണ്ടോ? ഒരു കാര്യമില്ല. അള്ളാഹ് കബൂലാക്കട്ടെ. നാലാമത്തത്, ഭർത്താവിനോടും മാതാപിതാക്കളോടും അനീതി ചെയ്യുക എന്ന് പറഞ്ഞാൽ അവകാശങ്ങളെ ലംഘിക്കുക എന്ന് പറഞ്ഞാൽ, ഭർത്താവ് ഗൾഫിലാണ്, ഭർത്താവിന്റെ വാപ്പക്കും ഉമ്മക്കും മരുന്ന് വേണം, ഭക്ഷണം വേണം, കാര്യങ്ങൾ ഭർത്താവ് പറയും, ഇത് എത്ര രൂപ അയച്ചിട്ടുണ്ട്, ഇത്ര കൊണ്ട് കൊടുക്കാൻ പറയും, 5000 കൊടുക്കാൻ പറയും, 3000 കൊടുത്തിട്ട് ദേ ഇക്ക തന്നിട്ടോ. ഉമ്മമാർ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന് ഓർത്തിട്ട് അത് വാങ്ങും. പക്ഷേ തെത്തി എത്ര കൊടുത്തു? 5000 കൊടുത്തു. 2000 പോക്കറ്റിൽ, 3000 അവിടെ, 2000 കമ്മീഷൻ. അത് വേണ്ട. അനീതി കാണിക്കരുത്. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അവകാശങ്ങൾ നിഷേധിക്കരുത്, നാവ് കൊണ്ട് വേദനിപ്പിക്കരുത്. മനസ്സിലാക്കണം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഭർത്താവിന്റെ വാപ്പ നമ്മുടെ ഉമ്മയും വാപ്പയാണ്. സഹോദര, എന്റെ ഭാര്യയുടെ വാപ്പയും നമ്മുടെ ഉമ്മയും വാപ്പയാണ്. പരിഗണിക്കേണ്ടതുപോലെ പരിഗണിക്കണം. അനീതി കാണിക്കരുത്, അക്രമം കാണിക്കരുത്, വേദനിപ്പിക്കരുത്. ദുആക്ക് ഇജാബത്ത് ഉണ്ടാകില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമത്തത്, ഞാൻ ദുആ ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല സാദേ, ഈ പറഞ്ഞ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ എനിക്ക് ദുആ, അതായത് ഞാൻ ആരെ വേദനിപ്പിച്ചില്ല, തൗബ ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, എന്നിട്ട് എന്താ എന്റെ ദുആക്ക് ഇത്ര ഇല്ലാത്ത? എന്താണെന്നറിയോ? ഇതായിരിക്കും കാരണം. അവിടെ മഹാന്മാർ രേഖപ്പെടുത്തുന്നു, ദുആക്ക് വേഗത, ദുആക്ക് ധൃതി കാണിക്കുക. നമ്മൾ ദുആ എന്ന് പറഞ്ഞ് ദുആ ചെയ്തു പക്ഷെ കിട്ടില്ല എന്ന് പറഞ്ഞ് ദുആ ഉപേക്ഷിക്കരുത്. നമ്മൾ വേഗത കൂട്ടുകയാണ് എന്ന് പറഞ്ഞ വേഗം. അള്ളാഹു 2 മിനിറ്റ് കൊണ്ട് എല്ലാം കഴിഞ്ഞു. നമുക്ക് എന്തിനാ അത്ര വെപ്രാളം? അള്ളാഹ്ക്ക് ഒരു വെപ്രാളവും ഇല്ല. പയ്യ സാവകാശം അടച്ചവനെ, ഇന്ന കാര്യം ഇന്ന സമയം എടുത്ത് ദുആ ചെയ്ത്, നമുക്ക് സമയമില്ല, ബിസിയാണ്. അള്ളാഹ് കബൂലാക്കട്ടെ. അപ്പൊ ദുആയിൽ ധൃതി കാണിക്കുക, അള്ളാഹ് ദുആ സ്വീകരിക്കൂല. 4, ഹൃദയമില്ലാതെ ദ്വാരക എന്ന് പറഞ്ഞാൽ ദുആ സ്വീകരിക്കുമെന്ന പ്രതീക്ഷ നമുക്ക് ഉണ്ടാകണം. ഇതെനിക്ക് റബ്ബ് തരും, ഇതാക്കാനും വേണ്ടി ഒക്കാനിക്കുന്ന പഴമക്കാർ പറയില്ലേ, അതുപോലെ അല്ലാഹ് തരണേ, അല്ലാഹു അത് വേണ്ട. നമ്മൾ ആത്മാർത്ഥമായി റബ്ബിനോട് നേരിട്ട് കണ്ട് പറയുന്നത് പോലെ ഭവ്യതയോടെ, വിനയത്തോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, കരുതലോടെ, ആഗ്രഹത്തോടെ, സങ്കടത്തോടെ, നൊമ്പരത്തോടെ റബ്ബിനോട് പറഞ്ഞാൽ റബ്ബ് സ്വീകരിക്കുമെന്നാണ്. അപ്പൊ 6-മത്തത്, കഴമ്പില്ലാത്ത ദുആ പാടില്ല, ആത്മാർത്ഥമായി ചോദിക്കണം, അല്ലാഹ് തരും. 7-മത്തത്, തൗബയും ഇസ്തിഗ്ഫാർ ഉപേക്ഷിക്കുക. തൗബയുടെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, ഇസ്തിഗ്ഫാർ ഉപേക്ഷിക്കുക. നമ്മളൊരു ദിവസം ഉമ്മമാരെ ഒരു 100 വട്ടം ഇസ്തിഗ്ഫാർ പറയണം. നിങ്ങൾ ചൊല്ലുന്നവരാണ്, ഇല്ലാന്നല്ല, അത് 100 സ്ഥിരമായി ചൊല്ലുന്നവർ കുറച്ചുകൂടി അധികരിപ്പിക്കാൻ നോക്കുക. ഒന്നും ചൊല്ലാത്തവർ ഒരു 100 വട്ടം എന്താ ചൊല്ലേണ്ടേ? നിങ്ങൾ ഹത്ത ഓതാനൊന്നും പറയണില്ല. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. മനസ്സിൽ തട്ടി സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ഒരു 20 തവണ ചൊല്ലി, 20 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോ, 21 തവണ ചൊല്ലിക്കോ, 33 വട്ടം ചൊല്ലിക്കോ, 20 തവണ ചൊല്ലിക്കോ. അങ്ങനെ ഓരോ വക്കത്ത് ചൊല്ലിയാൽ തന്നെ 100 എണ്ണായില്ലേ? 5 വക്കത്തായപ്പോൾ തന്നെ 20 എണ്ണം ആയപ്പോൾ തന്നെ 100 എണ്ണായില്ലേ? അല്ലാഹ് കബൂലാക്കട്ടെ. നമ്മൾ ചിന്തിക്കുമ്പോ നമ്മുടെ നമസ്കാരം കഴിഞ്ഞ ഉടനെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും തൗബയായി, സ്വർഗ്ഗം കിട്ടിയാൽ മതി. ഇനി മരിച്ചാൽ അതിന് സ്വർഗ്ഗത്തിലാണ്. അത് വേണ്ട. മനസ്സറിഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹ് 1 വട്ടം മനസ്സറിഞ്ഞ് പറഞ്ഞാൽ പോലും തൗബ അല്ലാഹ് പരിഗണിക്കും. കൽബ് നന്നാകണം, കൽബിൽ ആ ചിന്ത ഉണ്ടാകണം. അല്ലാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തവനൊന്നും അല്ല നമ്മുടെ റബ്ബ്. നമ്മുടെ റബ്ബ് പ്രാർത്ഥന കേൾക്കാത്തവനൊന്നുമല്ല. പിന്നെയോ, നാം ചോദിച്ചതിനേക്കാൾ കൂടുതൽ തരാൻ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല കഴിയും, പക്ഷെ വൈകിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദുആ നമ്മൾ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ ആശയിൽ നിന്ന് ഒരാളും വിദൂരത്താകരുത്. ഉമ്മമാരെ ചോദിച്ചോ, എത്രത്തോളം ചോദിക്കാൻ പറ്റുമോ അത്രത്തോളം റബ്ബിന് ഇഷ്ടമാണ്. 1 വട്ടം ചോദിച്ചു, എന്നോടിപ്പോ ഞാൻ നിങ്ങളോട് ചോദിക്കാണ്, ഉമ്മമാരെ ഇന്ന കാര്യമുണ്ട്, ഇൻഷാ അല്ലാഹ്. 2-മതും ചോദിക്കാണ്, ഉസ്താദ് 2-മതും പറയണം, ഇൻഷാ അല്ലാഹ്. 3 മൊയിലാർക്കൊരു പണിയൊന്നുമില്ല, ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കാൻ നാണയില്ലേ, ഒരു മടുപ്പൊന്നുമില്ല ഇങ്ങനെ ചോദിക്കാൻ. 3 തവണ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. 4-ാം ചോദിച്ചാൽ നിങ്ങൾ പറയും, ഇങ്ങനെ ക്ലാസ്സും കേൾക്കണില്ല, ഒന്നും കേൾക്കണില്ല, കൂട്ടിക്കെട്ടി പോകും. റബ്ബ് അങ്ങനെയല്ല. 1 വട്ടം ചോദിച്ചു, ഒന്നുകൂടി ചോദിച്ചാലോ? 2 തവണ ചോദിക്കണം. അപ്പൊ റബ്ബ് ഒന്നുകൂടി ചോദിച്ചിരുന്നെങ്കിൽ ഒന്നുകൂടി അങ്ങനെ ചോദിക്കും തോറും റബ്ബിന് ഇഷ്ടം കൂടുന്നവനാണ് റബ്ബ്. അതാണ് മനുഷ്യൻ, പടച്ചോനും പടപ്പും തമ്മിലുള്ള വ്യത്യാസം. എത്ര അധികം ചോദിക്കും അത്ര റബ്ബിന് ഇഷ്ടമാണെന്നാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. ആ ദുആയിൽ എവിടെയെങ്കിലും ആ ദുആ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഈ പാപിയായ സാധുവിനെ കൂടി ഉൾപ്പെടുത്തണേ, ഈ സാധുവിന്റെ കുടുംബത്തെ ഉൾപ്പെടുത്തണേ. മറന്നു പോകല്ലേ എൻ്റെ ഉമ്മമാരെ. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ഇങ്ങനെ ദുആ മാത്രമേ നമുക്കുള്ളൂ. അള്ളാഹ് കബൂലാക്കട്ടെ. ഇതൊക്കെ ഞാനും ദുആരക്കാം. അള്ളാഹ് കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല നല്ല അറിവുകൾക്കായി ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് നിങ്ങളിലേക്ക് ചരിത്രം എത്തിക്കുന്നതിന് വേണ്ടി ബദറിൻ തീരം ചരിത്ര കഥകൾ എന്നൊരു പുതിയ ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഇസ്ലാമിക ചരിത്രങ്ങൾ വളരെ ചുരുങ്ങി ഇതുപോലെ കുറഞ്ഞ സമയത്ത്
നിങ്ങൾക്ക് എത്തിക്കുന്ന ഒരു പഠനവേദിയാണ്. എല്ലാവരും കാണുക, കേൾക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. അതോടൊപ്പം രാത്രി 9 മണിക്ക് അസ്മാ ഉൽ ബദർ ചൊല്ലുന്ന, തിബ്ബ് സലാത്ത് ചൊല്ലുന്ന, അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്ന, ഹദ്ദാദ് ചൊല്ലുന്ന ആയിരങ്ങൾ ആമീൻ പറയുന്ന പ്രാർത്ഥനാ സദസ്സ് അള്ളാഹ് കബൂലാക്കട്ടെ. ബദറിൻ തീരമെന്നാണ്, അതിന് ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് 3 നമ്മുടെ വേദിയാണ്, പഠനവേദിയാണ്. അള്ളാഹ് കബൂലാക്കട്ടെ. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.